ഫ്രണ്ട്സ് ജേർണി ചെയ്താലോ? സോ നമുക്ക് ഔട്ട്ലൈൻ ആദ്യം വരച്ചു കൊടുക്കാം. സ്കെയിലും ഒരു ബ്രൗൺ കളർ സ്കെച്ചാണ് ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഇനി നമുക്കൊരു ബ്ലാക്ക് കളർ വെച്ചിട്ട് വീണ്ടും വീട് ഔട്ട്ലൈൻ വെച്ച് കൊടുക്കാം. സോ ഞാനൊന്ന് വരച്ചിട്ട് വരാവേ. സോ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതും ഞാൻ ചെയ്തിട്ട് കാണിക്കാവേ. സോ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വര വരച്ചു. സോ ഞാൻ വരച്ചു കൊടുത്തു. സോ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇത് മാത്രമേ കാണിക്കുന്നുണ്ട്. തിരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്കിതുപോലെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണ് ഇതിലോട്ട് തന്നെ ടിക്കറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഈ ഒരു വെട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ എല്ലാം വെട്ടി വെച്ച് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കാവും സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാം. എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊട്ടിച്ചു കൊടുക്കാം. ഞാനിതെല്ലാം ഈ കേശു മേടിക്കണം കണ്ടോണ്ടാണ് ഈ പരിപാടികൾ ഏകദേശം എല്ലാം ഞാൻ ഒപ്പിക്കുന്നത്. അതിൻ്റെ സൗണ്ട് ഇതിലോട്ട് തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഈ ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
എനിക്ക് കറക്റ്റ് ആ ഒരു സ്റ്റാൻഡ്, ഫോൺ വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റത്തെ ആ ഒരു ഇതിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഫുള്ള് ഇത് ഞാൻ കാണിക്കാം. ബട്ട് ഇപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇതിലുള്ള വീഡിയോ അതാണ് ഞാൻ ഈ ക്യാമറയിൽ കാണിക്കുന്നത്. എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതിലേക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കട്ട് പീസസ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് പിടിച്ചെടുക്കാം. സീൽസ് എന്ന് പറയും. ഈ ഒരു പരിപാടി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളത് കട്ട്സ് കുറേ ഉണ്ട്. അതൊന്ന് വെച്ച് കൊടുക്കാം. അതാണ് നമ്മുടെ മെയിൻ. കുറച്ച് ഇരിക്കുന്നത് വരിക ഇത് വഴിയാണ്. ആദ്യം തന്നെ ഡയറക്റ്റിൻ്റെ ഡി തപ്പി എടുത്തിട്ട് ഡയറക്റ്റ് ഫാൻറ്റസിയുടെ ഡി അങ്ങോട്ട് ഒട്ടിക്കാം. ഞാൻ ഡയറക്റ്റ് ഫാൻറ്റസി ഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫാൻറ്റസി ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കാം. നമുക്ക് എല്ലാം ഒട്ടിച്ചു നമുക്ക് തീ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് തീ ഒട്ടിച്ചു കൊടുക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ ഇതങ്ങോട്ട് കംപ്ലീറ്റ് നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ബ്രൗൺ തന്നെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഇതാണ്. ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ഫാൻറ്റസി ലവറാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഫാൻറ്റസി ലവർ, നിങ്ങൾ ഡാർക്ക് ഫാൻറ്റസി ലവറാണെന്ന് കമൻറ്റ് ചെയ്താൽ
ഞാൻ ബാക്കിയുള്ളതെല്ലാം അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പെൻസിൽ കളറായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ പൂവ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഞാൻ എൻ്റെ പരിപാടികൾ ഏകദേശം ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാണിച്ചു തരാം. നല്ല ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഞാൻ ഫുള്ള് കട്ടൗട്ടൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കും വരെ.